നമസ്കാരം. മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇന്ന് പിച്ച് റിപ്പോർട്ടിൽ. സ്വാഗതം. ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി എന്നോട് സംസാരിക്കുമ്പോൾ തൊട്ട് മുമ്പത്തെ മിനിസ്ട്രിയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ആൾ CPM വിട്ടു പോവും എന്നൊക്കെയുള്ള സൂചനയാണ് വരുന്നത്. എന്തൊക്കെയാണ് ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു മുതിർന്ന പാർട്ടി അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം നല്ല നിലയിലാണ് ശ്രീ G. സുധാകരൻ പൊതുമരാമത്ത് വകുപ്പും മറ്റു വകുപ്പുകളും കൊണ്ടുപോയത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ 5 കൊല്ലം ഏത് കാര്യം പറയുമ്പോഴും ഈ 5 കൊല്ലം എന്നല്ല, കഴിഞ്ഞ 10 കൊല്ലത്തെയാണ് ആ നിലയിൽ പറയുന്നത്. പരാതികളിൽ ഒന്ന്, അപ്പോൾ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങിയ ആലപ്പുഴയിലെ അടക്കം പദ്ധതികളുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊന്നും എന്നെ ഒരു പരിപാടിക്കും ക്ഷണിക്കുന്നില്ല. എൻ്റെ മണ്ഡലത്തിൽ, അതായത് അദ്ദേഹം മുമ്പ് പ്രതികരിച്ച മണ്ഡലത്തിലാവട്ടെ പാർട്ടി പരിപാടി ആവട്ടെ, എന്നെ ഒന്നിനും വിളിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അല്ല, ഞാൻ പൊതുവേ ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തെ. ഇപ്പോൾ പ്രധാനപ്പെട്ട പദ്ധതിയാണെങ്കിൽ ഇപ്പോൾ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡേറ്റ് കിട്ടിയ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിനന്ന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, കാരണം ചെറിയ വിഷയമുണ്ട്. പക്ഷേ എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് അനുഭവമുള്ള മനുഷ്യനാണ്, പാർട്ടിയെ വലിയ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു കാര്യം ഞാൻ കണ്ടിട്ടില്ല, ഫേസ്ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ CPMൻ്റെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പാർട്ടി അനുഭാവികളും പങ്കുചേരുന്നുണ്ട്. മുമ്പില്ലാത്ത വണ്ണം സ്ഥാനാർത്ഥിത്വ വിഷയം വിവാദമാവുന്നുണ്ടോ? അല്ലാതെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പൊതുവേ ഇത്തരം പ്രവണതകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പ്രതികരണങ്ങൾ വരാറുണ്ട്. ഒരു CPIMൻ്റെ അംഗം എന്ന് പറഞ്ഞാൽ, ഒരു പാർട്ടി അംഗം എന്ന് പറഞ്ഞാൽ തൻ്റെ അഭിപ്രായം ഘടകത്തിലാണ് പറയേണ്ടത്. സോഷ്യൽ മീഡിയയിലൂടെ പറയാമെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു മൈക്ക് വെച്ച് പരസ്യമായി പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ അച്ചടക്കമുള്ള ഒരു പാർട്ടി മെമ്പർ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പൊതുവെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊന്നും പൊതുവെ പറയാറൊരു ഷോക്കിൻ്റെ പ്രതിഫലനമായിക്കൂടെ. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയായിട്ടുള്ള PK ശ്യാമൾ ടീച്ചറെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുന്നു എന്ന് വാർത്ത വരുന്നു. തളിപ്പറമ്പ് നമുക്കറിയാവുന്നതുപോലെ CPMൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു കോട്ടയാണ്. അപ്പോൾ അവിടെ നിന്നൊരു നാച്ചുറൽ റിയാക്ഷൻ ഉണ്ടാകും. വളരെ പോപ്പുലർ ആയിട്ടുള്ള KK ശൈലജയ്ക്ക് അവരുടെ സിറ്റിംഗ് സീറ്റ് കൊടുക്കില്ല, അവരെ ഒരു ദുർഘടമായ സീറ്റിലേക്ക് അയക്കുന്നു എന്ന് വരുന്നു. അപ്പോൾ അവിടെയും സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർ മനുഷ്യരാണല്ലോ. അല്ല, പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം എനിക്ക് ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പൊതുവേ പറയാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പേരിപ്പോൾ സഖാവ് ശ്യാമൾ ടീച്ചർ ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയിൽ അല്ലല്ലോ. അവർ ദീർഘകാലമായിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്ത് ഇടപെട്ട് ഒരുപാട് പ്രക്ഷോഭ സമരങ്ങളിലും മറ്റും പങ്കെടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ പാർട്ടി തീരുമാനം വരാതെ ഇപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പൊതുവേ പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ശൈലജ ടീച്ചറെ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ വീണ്ടും മത്സരിക്കേണ്ടതല്ലേ പിണറായി വിജയനെ പോലെ? അതും ഉറപ്പുള്ള ഒരു സീറ്റിൽ മത്സരിച്ച് നിയമസഭയിലേക്ക് വരേണ്ട ആളല്ലേ? അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രൊസീജിയറുകൾ നടന്നു വരികയാണ്. അത് പൂർത്തീകരിച്ച് പാർട്ടി സെക്രട്ടറി പരസ്യമായത് പറയുന്നതിന് മുമ്പ് എനിക്കിപ്പോൾ അതിൽ മറ്റു കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ മത്സരം സ്വാഭാവികമായിട്ടും ബേപ്പൂരിലാണെന്ന് ഉറപ്പിച്ചാണ്. അത് ഞാൻ പറയുന്നത് സാങ്കേതികത്വത്തിനപ്പുറത്ത് പാർട്ടി എല്ലാ സിറ്റിംഗ് MLA-മാർക്ക് 2 ടൈം ആകാത്തവർക്ക് സ്വാഭാവികമായിട്ടും രണ്ടാമത് ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ വളരെ ടഫായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ LDF നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ കേരളത്തിൽ? അല്ല, കേരളത്തിൽ പൊതുവേ LDFന് അനുകൂലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ചിത്രം പരിശോധിച്ച് കാണാൻ പറ്റും. 2011 മണ്ഡല പുനർവിഭജനത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം 4ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ 2011 നമ്മൾ സാങ്കേതികമായി തോറ്റുന്നേ ഉള്ളൂ. 68 സീറ്റ്, ചെറിയ വ്യത്യാസത്തിനാണ് പോയത്, കുറേ സീറ്റുകൾ. പക്ഷേ 2011 മുതൽ 26 എത്തി നിൽക്കുമ്പോൾ LDFന് പൊതുവേ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊരു വലിയ പിന്തുണ ജനങ്ങൾ നൽകാറുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം നോക്കൂ. LDF സർക്കാർ 10 വർഷം പൂർത്തിയാക്കി. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റുകൾക്ക് നേരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് ഉണ്ടാവാം. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് വളരെ ശക്തമായ ന്യൂനപക്ഷ കേന്ദ്രീകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇല്ലേ? അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കറക്റ്റായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവർ LDFൽ ഹാപ്പി അല്ല എന്ന അവസ്ഥ വരുമ്പോൾ അതിനെങ്ങനെ ഡീൽ ചെയ്യും? അല്ല, അങ്ങനെ ഒരു കേന്ദ്രീകരണം വന്നുവെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത് വസ്തുതാപരമല്ല. ഇപ്പോൾ ഈ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല.
പക്ഷേ ന്യൂനപക്ഷങ്ങൾ വലിയ ശതമാനമുള്ള പല ഗ്രാമപഞ്ചായത്തുകളും UDF-ൽ നിന്നും LDF പിടിച്ചെടുത്ത തെരഞ്ഞെടുപ്പും കൂടിയായിരുന്നു കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയെടുത്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയാൻ പറ്റും അത്തോളി, കാരശ്ശേരി, വാണിമേൽ തുടങ്ങിയ പഞ്ചായത്തുകൾ UDF-ൽ നിന്നും ഈ ട്രെൻഡിൽ LDF വിജയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ന്യൂനപക്ഷ ഏകീകരണമാണ് എന്ന് പറഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല. മലപ്പുറം ജില്ലയുടെയൊക്കെ സ്റ്റാറ്റസ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായ കാര്യം, കോഴിക്കോട് നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ നേടിയെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം എടുക്കൂ. സാധാരണ നിലയിൽ LDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടയിടത്ത് ഇത്തവണ ഉണ്ടാകാതിരുന്നതിന് പിന്നിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു അവിശ്വാസം ഘടകമല്ലേ? അല്ല, അങ്ങനെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണമാകെ ഒരു പ്രത്യേക വിഭാഗമാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തി പോകാൻ വേണ്ടി പറ്റില്ല. അത് ശരിയല്ല. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ മതന്യൂനപക്ഷ വിഭാഗങ്ങളായിക്കോട്ടെ, പൊതുവേ സെക്യുലർ നിലപാടുള്ള, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന, എന്നാൽ മതസാഹോദര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ സംസ്ഥാനത്ത് LDF-ൻ്റെ ഭരണം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമി ബാഷിംഗ് നടത്തുക, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത സൗഹൃദമുണ്ടെന്ന് ധ്വനിപ്പിക്കുക, കമ്മ്യൂണലി ഡിവിസീവായിട്ടുള്ള പ്രസ്താവനകളെ തള്ളിപ്പറയാതിരിക്കുക, അതുവഴി അതിനൊരു എൻഡോഴ്സ്മെന്റ് ഉണ്ട് എന്ന് തോന്നിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയോ അന്തരീക്ഷത്തിലൂടെയോ ആണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പാർട്ടി കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഏത് നിലപാട് ആര് സ്വീകരിച്ചാലും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും CPI. സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ ബോധപൂർവം കുപ്രചരണം അഴിച്ചുവിടുകയാണ്. CPM-നെതിരെ, CPM-ൻ്റെ നേതാക്കന്മാർക്കെതിരെ, ഇടതുപക്ഷത്തിനെതിരെ ഒരു ഗീബൽസ്യൻ തന്ത്രം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി നിരവധി വീടുകളിൽ കയറിയിട്ടുണ്ട്, പലരുമായി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ തന്നെ ആളുകൾക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മതനിരപേക്ഷ ഇഷ്യൂസ് മാത്രമല്ല, പൊതുവെ ഭരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങളാകെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. മികച്ച വിജയം LDF-ന് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ഉണ്ടാകുമെന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ തുടങ്ങിയ വർഷങ്ങളിലൊക്കെ ഒരു റോക്ക് സ്റ്റാർ പരിവേഷം ഉണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത് ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ദേശീയപാത കംപ്ലീറ്റായി ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ സമ്പൂർണ്ണമായി നമുക്കത് അനുഭവവേദ്യമായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്, ദേശീയപാത പണിയുന്നത് ദേശീയപാത അതോറിറ്റിയാണ്, അവരുടെ കരാറുകാരാണ് എന്നൊക്കെയുള്ളത് ശരിയാണെങ്കിൽ പോലും ദേശീയപാതയുടെ കംപ്ലീഷൻ നടന്നിരുന്നെങ്കിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രചരണം ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. ദേശീയപാത മുടങ്ങിപ്പോയ പദ്ധതിയാണ് NH66. 2016 LDF സർക്കാർ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ആ പദ്ധതി ഉണ്ടായില്ലായിരുന്നു. ഓഫീസ് പൂട്ടിപ്പോയ പദ്ധതി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് മുടക്കാൻ തയ്യാറായി. ദേശീയപാതക്ക് അതിനു മുമ്പ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പണം മുടക്കിയില്ല. ഒക്കെ ശരി, ഞാൻ പറയുന്നത് അല്ല, അതിന് ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പോൾ 450-ലധികം കിലോമീറ്ററിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു. അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വലിയ എഫേർട്ട് ഉണ്ട്. ഫണ്ട് ചെലവഴിച്ച മാത്രമല്ല, നിർമ്മാണം സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ കൂടി അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ആകെ ഒരുക്കിയിട്ടുണ്ട്. തുടർച്ചയായി അതിൻ്റെ സഹായം ചെയ്തിട്ടുണ്ട്. അത് ശ്രീ നിതിൻ ഗഡ്കരി തന്നെ പരസ്യമായി പ്രതികരിച്ചാണ്. NHAIയുടെ ഉദ്യോഗസ്ഥർ തന്നെ പലപ്പോഴും റീജിയണൽ ഓഫീസറൊക്കെ പരസ്യമായി മറ്റ് സ്റ്റേറ്റിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത കേരളത്തിലുണ്ട്, ഫണ്ട് ചെലവഴിക്കുന്നു പറഞ്ഞാണ്. അപ്പോൾ ശ്രീ അഭിലാഷിനോട് ഇങ്ങനെ പറഞ്ഞ വ്യക്തി തീർച്ചയായും 450-ലധികം കിലോമീറ്റർ പൂർത്തീകരിച്ചു എന്നുള്ളത് അംഗീകരിക്കുമല്ലോ. അപ്പോൾ അത്രയും കിലോമീറ്റർ പൂർത്തീകരിക്കുന്നു. അപ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് പോകുന്ന ഒരാൾക്ക് മലപ്പുറം ജില്ല കിടക്കാൻ 1.5 മണിക്കൂർ വേണ്ട, നേരത്തെ 3-4 മണിക്കൂർ വേണം. കോഴിക്കോട് നഗരത്തിൻ്റെ ബൈപ്പാസ്, ഞാൻ കോഴിക്കോട് മാത്രമേ എക്സാമ്പിൾ പറയുന്നുള്ളൂ, ബൈപ്പാസിലൂടെ വെങ്ങളത്തെത്താൻ 15 മിനിറ്റ് മതി. നേരത്തെ 1-2 മണിക്കൂർ നഗരം ചുറ്റണം. ഈ ഒരു എക്സ്പീരിയൻസ് വലിയ ഘടകമാണ്. അല്ല, അത് ശരിയാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മെജോറിറ്റി ആയിട്ടുള്ള പാത പൂർത്തീകരിക്കാനായി ചിലയിടങ്ങളിൽ ചില കരാറുകാരുടെ അനാസ്ഥ, ചില റീച്ചുകളിൽ ചില പ്രയാസം, അത് വേറൊരു തരത്തിൽ അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ സൂചിപ്പിച്ച് ശരിയാണ്. കോഴിക്കോട് ബൈപ്പാസിലൂടെ ഞാൻ പോയിട്ടുണ്ട്, ഈ പറഞ്ഞത് ശരിയാണ്. മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളും ശരിയാണ്. പക്ഷെ നമ്മൾ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ വരണമെങ്കിൽ നമുക്കറിയാം, ഇതിപ്പോൾ എന്താ പറയുക, കരിമല കയറ്റം കഠിനവൻ്റെ അയ്യപ്പ എന്ന് പറയുന്നതിനേക്കാളും വലിയ ദുഷ്കരമായ ഒരു കാര്യമായിരിക്കും നമുക്ക് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കോ തിരിച്ചോ പോകണമെങ്കിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ ബൈപ്പാസ് കഴിഞ്ഞിട്ട് കൊല്ലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവസ്ഥയ്ക്ക് മാറ്റമില്ല. അപ്പോൾ ഇങ്ങനെ ദുർഘടമായ ദേശീയപാതയിലൂടെ പോകുന്ന ആളുകൾക്ക് ആ ഫീൽ ഗുഡ് ഫാക്ടർ തോന്നില്ലല്ലോ. അല്ല, അതിൽ ഞാൻ പറഞ്ഞുതരാം, മെജോറിറ്റി റോഡ് പൂർത്തീകരിച്ചു. 450, യഥാർത്ഥത്തിൽ 450 കിലോമീറ്ററിലധികം പൂർത്തീകരിക്കുക പറഞ്ഞാൽ ആകെ 600 കിലോമീറ്ററാണ്. ഇനി ബാക്കിയുള്ളൊരു 100-150 കിലോമീറ്ററാണ്. ആ 100-150 കിലോമീറ്റർ നമ്മൾ എടുത്തു നോക്കിയാൽ ചില റീച്ചുകളിലെ കൺസെഷണർമാരുടെ പ്രശ്നങ്ങളാണ്, ഈ കരാറുകാരുടെ അനാസ്ഥ കാരണം സംഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട്. അത് അധികം സമയം വൈകാതെ തന്നെ പൂർത്തീകരിക്കാനാവും, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഇടയ്ക്ക്
അപകടങ്ങൾ സംഭവിച്ചു. മലപ്പുറത്തുണ്ടായി, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ ചില ഭാഗങ്ങളിലും കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ അപകടങ്ങളുണ്ടായി. അപ്പോൾ ആ അപകടങ്ങൾ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള നിർമ്മാണമാണോ എന്ന സംശയമടക്കം വരികയുണ്ടായി. ഞാൻ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നില്ല. അന്ന് ശ്രീ മുഹമ്മദ് റിയാസ് കേട്ട ഒരു പരിഹാസം ഇദ്ദേഹം റീൽസൊക്കെ ആയി എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന റോഡ് അതിലൂടെ പോകുന്നു, അല്ലെങ്കിൽ അതുവഴി നടക്കുന്നു, റീൽസ് ഇടുന്നു എന്നുള്ളതിന് അപ്പുറത്തുള്ള മോണിറ്ററിംഗ് നടത്തിയിട്ടില്ലേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ റീൽസ് എന്ന് പറഞ്ഞാൽ എന്തോ നിരോധിക്കപ്പെട്ട സാധനം എന്നുള്ള അഭിപ്രായമില്ല. റീൽസും ഷോർട്സൊക്കെ പുതിയ കാലത്ത് ഇപ്പോൾ നിങ്ങൾ ചാനലായാലും ഈ വിമർശനം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായാലും പരമാവധി റീൽസും ഷോർട്സൊക്കെ ഇറക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ മന്ത്രിമാർ ഏറ്റവും നല്ല നിലയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നാണ് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. വകുപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളിൽ എത്തിക്കണം. അത് എത്തിക്കാനുള്ള ശ്രമം ഞങ്ങളെല്ലാവരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ റീൽസ് എന്തോ അലർജിക് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ പുതിയ കാലത്ത് തെറ്റാണ്. അതിന് നമ്മൾ മറുപടി പറഞ്ഞ് പോകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പിലെ പ്രവർത്തനങ്ങൾ, പുതിയ പദ്ധതികൾ, അത് നാടിനെങ്ങനെ ഗുണം ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കാൻ എല്ലാ നിലയിലും ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ശ്രമങ്ങൾ പൊതുവെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്. മന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോൾ യുവജന സംഘടനാ രംഗത്തു നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, ജയിക്കുന്നു, മന്ത്രിയാവുന്ന വലിയ വലിയ ഉത്തരവാദിത്വമാണ്, വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഡെലിവർ ചെയ്തു എന്നൊരു തോന്നലുണ്ട്. എന്ത് മാറ്റം ഉണ്ടാക്കി? ഇപ്പോൾ റണ്ണിങ് കോൺട്രാക്ട് നടപ്പാക്കിയത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ട്. അതിനപ്പുറത്ത് ഞാൻ 5 കൊല്ലം കൊണ്ട് ഇത്രയും നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, അതെനിക്ക് സാറ്റിസ്ഫാക്ടറി ആണ് എന്ന നിലയിൽ പറയാനുണ്ടോ മന്ത്രി? അല്ല, തീർച്ചയായിട്ടും വ്യക്തിപരമായും കൂട്ടായി ആലോചിച്ചാൽ കൂട്ടായും ഞാനും എൻ്റെ വകുപ്പും അതുപോലെ മറ്റു വകുപ്പുകളും നല്ല നിലയിൽ പെർഫോം ചെയ്തു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ആദ്യമായി നിയമസഭയിൽ വന്ന് മന്ത്രിയായത് ഞാൻ ഒരാളല്ല. ഈ ഗവൺമെൻറ്റിൽ തന്നെ ഈ ഗവൺമെൻറ്റിൽ വലിയൊരു ശതമാനം ആളുണ്ട്. പക്ഷേ പറയുമ്പോൾ നമ്മൾ അത് പറയാതെ അഭിലാഷിനെല്ലാം പറഞ്ഞാൽ പൊതുവായിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പ്രധാനമായിട്ടും എന്താണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് അത് നടപ്പിലാക്കുന്നു. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ റണ്ണിങ് കോൺട്രാക്ട് വന്നതോടുകൂടി 30,000 കിലോമീറ്റർ വരുന്ന PWD റോഡിൻ്റെ 24,000 കിലോമീറ്റർ ജനങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ ഇടപെട്ട് പോകാൻ വേണ്ടി പറ്റും. പച്ച ബോർഡും നീല ബോർഡും വന്നു. നീല ബോർഡ് ജനങ്ങൾ കാഴ്ചക്കാരില്ല, കാവൽക്കാരാണെന്ന് പറഞ്ഞ് കരാറുകാരൻ്റെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥ നമ്പർ, ആ റോഡിൻ്റെ പരിപാലനം ഇന്ന കാലാവധി വരെ ഇന്ന ആൾക്കാണെന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ജനത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റുന്നു. പുതിയ റോഡ് ഉണ്ടാക്കിയാൽ ഇത്ര കാലം പരിപാലന കാലാവധിയാണ്, ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ്. ആ പീരീഡിൽ ആ റോഡിൻ്റെ പരിപാലനം ഇന്ന ആൾക്കാണ് എന്ന് പരസ്യമായി ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നു. അതൊരു വലിയ നിലയിൽ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഗുണം ചെയ്തു. ഈ പച്ച നീല ബോർഡുകൾ ഒരു കാലത്തും കേരളത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അതെല്ലാ കാലത്തും തുടരും. മാറ്റിയാൽ ജനം ഇടപെടും, അതൊരു വിവാദമാവും. പിന്നെ റെസ്റ്റ് ഹൗസുകൾ പൊതുവേ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് വന്നതോടുകൂടി 32 കോടി രൂപയുടെ അധിക വരുമാനം പീപ്പിൾസ് റെസ്റ്റ് ഹൗസായി കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസുകൾ മാറി. BMNBC റോഡ്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണ രീതിയുടെ 8 കൊല്ലത്തേക്ക് റോഡിന് ഒരു കുഴപ്പമില്ലാത്ത BMNBC റോഡ് 30,000 കിലോമീറ്ററിൽ 50% BMNBC ആക്കണമെന്ന ലക്ഷ്യം 60%. ഒരു 18,000 കിലോമീറ്റർ BMNBC റോഡ് വന്നു. മലയോര ഹൈവേ അതിൻ്റെ കാര്യമായിട്ട് പോകുന്നു. കോസ്റ്റൽ ഹൈവേ വരുന്നു. കേരളത്തിൽ മികച്ച റോഡുകൾ, മികച്ച കെട്ടിടങ്ങൾ, മികച്ച പാലങ്ങൾ, ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള പശ്ചാത്തല വികസന മേഖലയിലെ കുതിപ്പ് ഈ 10 കൊല്ലം കൊണ്ട് പറ്റി. ടൂറിസം മന്ത്രി കൂടിയാണ്. അപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന വാചകം യഥാർത്ഥത്തിൽ കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകം കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ വലിയ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം, പക്ഷേ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞതൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ 2025 വർഷത്തിൻ്റെ പ്രത്യേകത 2.5 കോടിയിലധികം സഞ്ചാരികൾ വന്നു. 2,58,00,000. അത് സർവകാല റെക്കോർഡാണ്. കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ റെക്കോർഡ് നമ്പറാണ്. 2024 28 ലക്ഷം അധികം ആൾ കൂടി സർവകാല റെക്കോർഡിലെത്തി. ഫോറിൻ ടൂറിസ്റ്റുകൾ 12% അടുത്ത് ഒറ്റ വർഷം കൊണ്ട് വർദ്ധിച്ചു. പൊതുവെ ഒരു ജനകീയ സ്വഭാവം ടൂറിസത്തിന് വന്നു. പുതിയ പുതിയ ഡെസ്റ്റിനേഷനുകൾ വന്നു. നമ്മൾ പിറകിലായിരുന്ന മലബാർ റീജിയണിൽ കുറേ ഡെസ്റ്റിനേഷൻ വന്നു. സഞ്ചാരികളുടെ എണ്ണം കൂടി. 6% മാത്രമേ ഉള്ളായിരുന്നു മലബാറിലെ ജില്ലകളിലെ സഞ്ചാരികൾ. അത് നമുക്ക് വലിയ നിലയിൽ ഉയർത്താൻ പറ്റി. വയനാട് ഒരു പ്രധാന ഡെസ്റ്റിനേഷനായി മാറി. മൂന്നാർ കണ്ട ഏറ്റവും വലിയ ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വന്നു. ഉത്തരവാദിത്ത ടൂറിസം മിഷന് ഒരുപാട് അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ലഭിച്ചു. ഇങ്ങനെ എല്ലാ മേഖലയിലും ടൂറിസം നല്ല നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ദീർഘമായ സംഘടനാ പാരമ്പര്യമുണ്ട്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ DYFIയുടെ അഖിലേന്ത്യാ
പ്രസിഡന്റ് വരെയായി. അപ്പോൾ അതിനുശേഷമാണ് മന്ത്രിയാവുന്നതും മറ്റുമൊക്കെ. ഇതിനിടയ്ക്ക് പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് മന്ത്രിസഭയിലേക്ക് വരുന്നത്. അപ്പോൾ മരുമകൻ എന്നൊക്കെ ഉള്ള പരിഹാസം നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് തന്നെ വളരെ ശക്തമായി ഉയർന്നിട്ടുണ്ട്, അല്ലാതെയും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സെനാരിയോ ഒരു കൂടുതൽ ഉത്തരവാദിത്വമോ അതല്ലെങ്കിൽ ഒരു ഭാരമോ ആയി വന്നിട്ടുണ്ടോ? ഇല്ല, അത് നമ്മൾ വലിയ നിലയിൽ വകവെക്കാതിരുന്നാൽ മതി. അതാകെ തലയിൽ കൊടുത്തിട്ട് എന്ത് പറഞ്ഞാലും അങ്ങനെ വരുമോ, അങ്ങനെ പൊതുവായിട്ട് ആളുകൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ ഓരോ നിലവാരത്തിനനുസരിച്ച് ഓരോ ആളുകൾ അഭിപ്രായം പറയും. ഞാൻ എന്താണെന്ന് സമൂഹത്തിനറിയാം. ഞാൻ എന്നാണ് രാഷ്ട്രീയ രംഗത്ത് വന്നത്, സാമൂഹിക പ്രവർത്തനം ആരംഭിച്ചതെന്ന് എനിക്കൊപ്പം പ്രവർത്തിച്ചവർക്ക് അറിയാം. അത് അവർ മറുപടി പറയും. ഞാനതിന് മറുപടി പറഞ്ഞ് പോട്ടതില്ല. പൊതുവെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളൊരു നിലപാടാണ് ഞാൻ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണയിൽ കവിഞ്ഞ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടോ? അല്ല, അറ്റാക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അറ്റാക്ക് സ്വാഭാവികമായും നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏത് നിലയിലുള്ള അറ്റാക്ക് വന്നാലും അതൊരു എക്സ്പീരിയൻസാണ്, ഒരു വലിയ അനുഭവമാണ്. ഞാനിപ്പോൾ ചെറിയ പ്രായത്തിൽ പാർട്ടി നിശ്ചയിച്ചതിൻ്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അന്ന് 838 വോട്ടിനാണ് 10 ലക്ഷത്തോളം വോട്ടർമാരുള്ള ആ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. പക്ഷെ അന്നും വലിയ അറ്റാക്ക് വന്നതാണ്. പക്ഷെ അന്ന് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടെങ്കിലും അന്ന് വന്ന അറ്റാക്കാണ് പിന്നീട് സംഘടനാ പ്രവർത്തന രംഗത്ത് പല നിലയിലും ഇടപെടുന്നതിന് കരുത്തായത്. അപ്പോൾ അറ്റാക്കിനെ നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി. അന്ന് ഫാരിസ് അബൂബക്കറിന്റെ നോമിനി എന്നൊക്കെ ആയിരുന്നു അല്ലേ? അതെ, പല നിലയിലുള്ള അറ്റാക്കും വന്നിരുന്നു. പക്ഷെ അന്ന് ചെറിയ വോട്ടിനാണല്ലോ പരാജയപ്പെട്ടത്. നമ്മുടെ പല സീറ്റുകളും 1,00,000 വോട്ടിനൊക്കെ പരാജയപ്പെടുമ്പോഴും കോഴിക്കോട് ചെറിയ വോട്ടിനന്ന് ജനങ്ങളുടെ ആ വലിയ നിലയിൽ പിന്തുണ നൽകിയിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇടയ്ക്കൊന്ന് ഈ അറ്റൻഷൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആവണ്ട എന്ന് വിചാരിച്ച് കുറച്ച് സൈഡിലേക്കായോ? അല്ല, അങ്ങനെയല്ല. അവസാനത്തെ കുറച്ച് കാലം നമ്മൾ ഒന്ന് നിശബ്ദനായ പോലെ തോന്നി. അല്ല, അത് നമ്മൾ 2 വകുപ്പിൽ ഒരുപാട് കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൽ ലക്ഷ്യം വെച്ച് ഇപ്പോൾ BMMBC റോഡ് ഇത്ര % വേണം. അതിൽ മിനിസ്റ്ററുടെ കോൺസെൻട്രേഷൻ വലിയ ഘടകമാണ്. പാലം 5 കൊല്ലം കൊണ്ട് 100 പാലാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ 150 മുകളിലേക്ക് എത്തി. അതിൽ ഫോക്കസ് ചെയ്യണം. ഈ രാഷ്ട്രീയത്തിലെ ലാഡറുകൾ പെട്ടെന്ന് ചവിട്ടിക്കയറി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പെട്ടെന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. അങ്ങനെ സാധാരണയിൽ കവിഞ്ഞുള്ള പരിഗണന പാർട്ടിക്കകത്തുണ്ടോ? ഇല്ല, പാർട്ടിയാണല്ലോ നമ്മൾ തീരുമാനിക്കുക. എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, എവിടെ പ്രവർത്തിക്കണം, അതൊക്കെ പാർട്ടിയാണല്ലോ തീരുമാനിക്കുക. ഞാൻ പാർട്ടിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി അങ്ങനെ പാർട്ടി പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ ബൂത്ത് ഏറ്റവും താഴെത്തട്ടുള്ള ബൂത്ത് സെക്രട്ടറി മുതൽ ലോക്സഭ പാർലമെൻറ്റ് മണ്ഡലം സെക്രട്ടറി വരെയായി പ്രവർത്തിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ പാർട്ടിയാണ് ഓരോ സമയത്ത് എവിടെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണം തീരുമാനിക്കും. അധിക പരിഗണനയില്ല. അല്ല, അത് പാർട്ടി തീരുമാനിക്കുന്ന എന്താണ് അത് ഏറ്റെടുക്കുക. പാർട്ടി ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇന്ന ഘടകത്ത് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന ഘടകത്ത് പ്രവർത്തിക്കുക. അല്ലാതെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടല്ലല്ലോ നമ്മൾ ഓരോ ഘടകത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നു. പാർട്ടി തീരുമാനിക്കുക. ഇനിയിപ്പോൾ പാർലമെൻറ്റ് രംഗമാണെങ്കിൽ ഇപ്പോൾ 2009 മത്സരിച്ചതിന് ശേഷം പിന്നെ 2021 പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയുന്നത്. നാളെ ചിലപ്പോൾ മത്സരിക്കേണ്ട എന്ന് പറയും. ഒരു കുഴപ്പമില്ല. പാർട്ടി എന്താണോ ഏൽപ്പിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ ഉപശാലകളിൽ പല കഥകളും കേൾക്കും. ഇപ്പോൾ പിണറായി വിജയന് ശേഷം മുഹമ്മദ് റിയാസിനെ വാഴിക്കാനാണ് ചില ആളുകളെ ഒതുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കേൾക്കാറുണ്ടോ? ഇല്ല, ഞാൻ അതിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. അങ്ങനെ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിയില്ല. നമ്മളെ പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഒതുക്കിയോ ആരെങ്കിലും അങ്ങനെ കയറ്റിയൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന പാർട്ടിയല്ല. ഓരോരുത്തരെ എന്ത് ചെയ്യണമെന്ന് പാർട്ടിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ ആ ധാരണ വെച്ചിട്ടാണ് പാർട്ടി അതിൻ്റെ പ്രവർത്തനമായിരിക്കും. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ ചിന്തിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. അത്തരം ഏരിയകളിലേക്കൊന്നും പോകാറില്ല. ഇല്ല, ഞാനത് പൊതുവേ അത് പാർട്ടിക്ക് അങ്ങനെ ഒരുപാട് കഥകളിങ്ങനെ പ്രചരിപ്പിക്കപ്പെടുമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അത് ആലോചിച്ച് വിഷമിച്ചാൽ പിന്നെ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. നമ്മളതൊന്നും ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? അല്ല, ഞാനങ്ങനെ ആരോടും അത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല. ഒന്നാമത് അനാവശ്യ കാര്യങ്ങൾ പറയാൻ പറ്റിയൊരാളല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അത് ഞാൻ നല്ല ആർക്കും പറയാൻ പറ്റില്ല. തിരിച്ച് ആവശ്യമില്ലാത്ത കാര്യം പോയി പറയുന്നൊരു സ്വഭാവം എനിക്കുമില്ല. അപ്പോൾ നമ്മളൊരു വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. നമ്മളിപ്പോൾ മുഖ്യമന്ത്രി എന്നല്ല, പാർട്ടിയുടെ ഏത് നേതാവിനോടും പോയി നമ്മളൊരു കാര്യം പറയാന്ന് നമ്മുടെ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, നമ്മുടെ കേഡർ എന്നുള്ള നിലയിൽ നമ്മളെ അളക്കുകയും തൂക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം. ഞാൻ ഇന്ന് വരെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അനാവശ്യമായി നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യം ഈ ഇന്ന നിലയിൽ എന്നുള്ളതിൽ പറഞ്ഞിട്ടില്ല. അതുതന്നെയാണ് നമുക്കൊക്കെ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും കരുത്തായിട്ട് വരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള
ജനം നമ്മുടെ സഖാക്കളുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു കൂസലും ഇല്ലാതെ നമ്മൾ പണിയെടുത്ത് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ ധാരാളം? അല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്ത് വന്നതെന്നൊക്കെ തന്നെ ഗൗരവത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റും. പിന്നെ ഇതൊക്കെ ചിലർക്ക് ഇങ്ങനെ കേട്ടാലൊക്കെ ഒരു ഹരയായിരിക്കും, വായിക്കാനും കേൾക്കാനും ഒക്കെ ഒരു ഹരയായിരിക്കും. അത്രയേ ഉള്ളൂ. നമ്മളത് മൈൻഡ് ചെയ്യാതെ പോകുന്നത്. അങ്ങനെ ഒരു പിൻഗാമിയെ നിശ്ചയിച്ച് പോകുന്ന ആളല്ല പിണറായി വിജയൻ. അല്ല, നമ്മളെ പാർട്ടിയിൽ അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ, നമുക്കറിയാലോ. നമ്മളിപ്പോൾ വെറുതെ അതിൽ സമയം വെറുതെ ചിലവഴിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ പാർട്ടിയിൽ അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ സാധാരണ നിലയിൽ ബേപ്പൂര് CPM-നെ സംബന്ധിച്ച് ഒരു ഈസി സീറ്റാണ്, അതിൻ്റെ ഒരു ചരിത്രമൊക്കെ എടുത്താൽ. പക്ഷേ ഇത്തവണ PV അൻവറാണ് അവിടെ മത്സരിക്കുന്നത്. PV അൻവർ വളരെ അടുത്ത കാലം വരെ LDF-ൽ ഉണ്ടായിരുന്ന ആളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം പാർട്ടി നേതാക്കളുടെയൊക്കെ ശ്രീയാസിൻ്റെ അടക്കം സുഹൃത്തുമായിരുന്നു. അല്ല, LDF പൊതുവെ കോഴിക്കോട് ജില്ലയിൽ നല്ല വിജയം കൊയ്യും. അതിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി മികച്ച വിജയം കൊയ്യുന്നൊരു മണ്ഡലമായിരിക്കും ബേപ്പൂര്. LDF സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ആര് സ്ഥാനാർത്ഥിയായാലും കഴിഞ്ഞ തവണ 82,000-ഓളം വോട്ടാണ് കിട്ടിയത്. അതിനധികം വോട്ട് LDF-ന് കിട്ടും. അത് UDF-ൻ്റെ സ്ഥാനാർത്ഥി ആരായാലും ഈ വിജയം LDF-ന് ഉണ്ടാവും. ഒന്ന് രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. PV അൻവർ എന്ന എതിരാളിയെ, PV അൻവർ എന്ന സുഹൃത്തിനെ അറിയാം, PV അൻവർ എന്ന എതിരാളിയെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, തീരുമാനിച്ചിട്ടില്ല, സമ്മതിച്ചു. എന്നാലും അല്ല, ഞാനങ്ങനെ വ്യക്തിപരമായിട്ട് അത്തരം കാര്യങ്ങൾ പൊതുവെ എടുക്കാറില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തമ്മിലല്ലല്ലോ, അത് നമ്മളൊരു ആശയമാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ ആ നിലയിൽ ഞാൻ പൊതുവെ രാഷ്ട്രീയത്തെ കാണുന്നുള്ളൂ. ഒരു ടഫ് ഫൈറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നില്ല, സാധാരണ ഇലക്ഷൻ ആയിരിക്കും. അല്ല, ഒന്ന് LDF-ൻ്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ബേപ്പൂരിൽ മികച്ച വിജയം നേടും. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് പൊതുവേ നേടുക. വേണമെങ്കിൽ അതിപ്പോൾ ഡോക്യുമെൻറ്റഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് വോട്ട് എണ്ണി കഴിഞ്ഞാൽ അഭിലാഷൻ തന്നെ പറയാം, ഇത് അന്നേ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇത്ര വോട്ട് 82,000 വോട്ട് നേടുമെന്ന് അന്നേ പറഞ്ഞിരുന്നു എന്നുള്ളത് ഇത് വെച്ചുകൊണ്ട് വോട്ട് ചെയ്യാമല്ലോ. ശരി, ഇപ്പോൾ 5 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് രണ്ടാം പിണറായി സർക്കാർ വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൂടി തരണം എന്ന് ജനങ്ങളോട് പറയാൻ ഉള്ള മെറിറ്റ് ഈ സർക്കാരിനുണ്ടോ? ഒരുപാട് മെറിറ്റുണ്ട്. ഇപ്പോൾ അഴിമതിയില്ലാത്തൊരു ഭരണം, അത് ജനങ്ങൾ ഏറ്റവും വലിയ നിലയിൽ സ്വീകരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അടിസ്ഥാന വികസനത്തിൽ വന്നിട്ടുള്ള മാറ്റം അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ക്രമസമാധാന പരിപാലനം ഒരു വർഗീയ കലാപല്ലല്ലോ കേരളത്തിൽ. അതിപ്പോൾ ഒരു മാജിക്കായിട്ട് ഇല്ലാതായതല്ലല്ലോ. അത് കൈകാര്യം മാനേജ്മെൻറ്റ്, ഒരു ജനകീയ പോലീസ് നയം വരുന്നു. പിന്നെ എവിടെയെങ്കിലും ഇത്തരം പോരായ്മ ഉണ്ടെങ്കിൽ അവിടെ ചാടി വീണ് ഇടപെട്ട് പരിഹരിക്കുന്നു. കക്ഷി ചേരുന്നില്ല. ഇതൊക്കെ കാരണം കേരളം വളരെ സേഫാകും. അതായത് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവുമെന്നാണോ? LDF-ൻ്റെ ഭരണം പൊതുവെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറം കടന്ന് പറയാൻ കഴിയില്ല. അല്ല, ഞാൻ പൊതുവെ LDF ഗവൺമെൻറ് തന്നെയാണല്ലോ പൊതുവെ അഭിസംബോധന ചെയ്യാറ്. അഭിലാഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. LDF ഗവൺമെൻറ് പിണറായി വിജയൻ നയിക്കുന്ന LDF ഗവൺമെൻറ് എന്നാണ് പൊതുവേ പറയാറ്. ബേപ്പൂർ MLA എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, മന്ത്രി എന്നുള്ള നിലയിലല്ല. ബേപ്പൂർ MLA എന്നുള്ള നിലയിൽ വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവർ ഒരു കാരണവശാലും എന്നെ കൈവിടില്ല, 100% അവരെൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട്. ഒന്നാമത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ MLA ഇനി മത്സരിക്കുക സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെയുള്ള ജനങ്ങൾക്കൊപ്പമാണ് ഞാൻ. എനിക്കൊപ്പമല്ല ജനങ്ങൾക്കൊപ്പമാണ് ഞാൻ. അതവിടെ ആരോട് അഭിലാഷ് പോയി ചോദിച്ചാൽ മതി. ചെറിയ കുട്ടി മുതൽ മുതിർന്ന മനുഷ്യരോട് വരെ പോയി ചോദിച്ചാൽ മതി. അവർ എനിക്കൊപ്പമല്ല, ഞാൻ അവർക്കൊപ്പം. മണ്ഡലത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടോ? ഇല്ല, ഞാൻ മണ്ഡലത്തിൽ 5 കൊല്ലം നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സവിശേഷമായി ഞാൻ ഈ 5 കൊല്ലം എടുത്ത് പരിശോധിച്ച എന്ത് തിരക്കുണ്ട്. സഖാവ് കോടിയേരി ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു, നീ എല്ലായിടത്തും ഓടിപ്പോണം, 140 മണ്ഡലത്തിൽ ഓടിപ്പോണം. അങ്ങനെ ഞാൻ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ വെച്ച് ഓടാൻ ശ്രമിച്ചു. 1 കൊല്ലം 1-2 മാസം കൊണ്ട് 140 മണ്ഡലത്തിലെത്തി. ഞാനന്ന് കോടിയേനോട് ഓരോ സ്ഥലത്ത് പോയാൽ കണക്കൊക്കെ പറയുമായിരുന്നു. പക്ഷെ അന്നൊക്കെ ഓടുമ്പോഴും മണ്ഡലത്തിൽ അവിടെ ഉണ്ടാകാറുണ്ട്. 5 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.